കോമൺവെൽത്ത് ഗെയിംസിന് കൊടിയിറങ്ങി 39 മെഡലുകളുമായി ഇന്ത്യ നാലാമത്. 171 മെഡലുകളുമായി ഓസ്ട്രേലിയ ഒന്നാമത്. 2030 കോമൺവെൽത്ത് ഗെയിംസ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. വിശദമായ വാർത്തയിലേക്കാണ്. പത്തനംതിട്ടയിലെ ആറന്മുള വള്ളസദ്യ ഒഴിവാക്കി. നാളെയും മറ്റന്നാളുമുള്ള വള്ളസദ്യകളാണ് പൂർണ്ണമായും ഒഴിവാക്കിയത്. KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള വള്ളസദ്യകളും ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രസാദ് MJ വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ തന്നെയല്ലേ ഇപ്പോൾ ആറന്മുള വള്ളസദ്യ അടക്കം ഒഴിവാക്കിയിരിക്കുന്നത്? നമുക്കറിയാം, ആറന്മുളയിലടക്കം കനത്ത വെള്ളപ്പൊക്ക ഭീഷണിയാണ് നിലനിൽക്കുന്നത്. ആ സാഹചര്യം തന്നെയല്ലേ ഇത്തരത്തിൽ? കാർത്തു, ആറന്മുളയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാടാണ് ആറന്മുള വള്ളസദ്യ. ജൂലൈ 16 തുടങ്ങിയ വള്ളസദ്യ സെപ്റ്റംബർ 16 അവസാനിക്കേണ്ടത്. മിനിഞ്ഞാന്ന് മാത്രം തന്നെ 10 വള്ളസദ്യകളായിരുന്നു. ഈ ശനിയാഴ്ച ക്ഷേത്രത്തിൽ 10 വള്ളസദ്യകളാണ് നടത്തേണ്ടത്. അന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് അതിതീവ്ര മഴയുണ്ടാകുകയും റാന്നിയിലും ആറന്മുളയിലും വെള്ളം ക്രമാതീതമായി ഉയരുകയും ചെയ്തത്. രാവിലെ തന്നെ ഈ വള്ളസദ്യ വഴിപാട് നേർന്നവർ എങ്ങനെയൊക്കെയോ ക്ഷേത്രത്തിൽ എത്തിയെങ്കിലും ജില്ലാ കളക്ടർ കർശനമായി പറഞ്ഞു, ഈ 10 സാധാരണ ഈ വള്ളസദ്യ നടക്കുന്നത് ആചാരമായി വള്ളം നദിയിൽ തുഴഞ്ഞ് പാടി വേണം ക്ഷേത്രത്തിലെത്താൻ. വള്ളം ഒരു കാരണവശാലും ഇഴക്കാൻ പാടില്ലെന്ന് പറയുകയും ഈ വള്ളസദ്യയിൽ അന്ന് 10 വള്ളസദ്യ ബുക്ക് ചെയ്തതിൽ 3 മാത്രമേ ആചാരപരമായി നടത്താൻ കഴിഞ്ഞുള്ളൂ. ബാക്കി 7 വള്ളസദ്യകളും റദ്ദ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ശനി, ഞായർ, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നലെ വള്ളസദ്യ നടന്നിട്ടില്ല, ഇന്നും വള്ളസദ്യ നടന്നിട്ടില്ല. അപ്പോൾ ഈ സെപ്റ്റംബർ 16 വരെയുള്ള കാലങ്ങളിൽ ഈ റദ്ദ് ചെയ്ത വള്ളസദ്യ അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഇനിയും ഈ വെള്ളമൊക്കെ ഇറങ്ങിയതിനു ശേഷം പള്ളിയോട സേവാ സംഘം കൂട്ടായിട്ടുള്ള ഒരു 52 കരകളിലെ കരനാഥന്മാരെയും പള്ളിയോട സേവാ സംഘം പ്രതിനിധികളെയൊക്കെ വിളിച്ചു ചേർത്തതിനു ശേഷം വേണം റദ്ദ് ചെയ്ത വള്ളസദ്യകൾ ഇനി എങ്ങനെ ഈ വർഷം നടത്താൻ പറ്റുമോ അതല്ലെങ്കിൽ അടുത്ത വർഷം വള്ളസദ്യ നടത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. മഴയും വെള്ളവും ഈ ആറന്മുളയിൽ ഒരുമിച്ച് നിൽക്കുന്നതിനാൽ നാളെയും മറ്റന്നാളുമുള്ള വള്ളസദ്യകളാണ് ഇപ്പം ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന KSRTC ബജറ്റ് ടൂറിസവുമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും 400-ലധികം ഈ വള്ളസദ്യ കഴിക്കാനുള്ളവരെയാണ് ഓരോ ദിവസമായി ഓരോ KSRTCയുടെ ഡിപ്പോയിൽ നിന്നും എത്തിക്കുന്നത്. അപ്പോൾ അവർ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് എത്തുന്നവരായിരുന്നു. അപ്പോൾ അവർക്കുള്ള നഷ്ടപരിഹാരമായി പകുതി തുക ഇപ്പം നൽകുകയും അവരെ ഈ ബാക്കിയുള്ള ഈ ഏതെങ്കിലും വള്ളസദ്യ ആരംഭിക്കുന്ന ദിവസങ്ങളിൽ ഈ നഷ്ടപ്പെട്ടു പോയവർക്കുള്ള മുൻഗണന വെച്ച് തീരുമാനിച്ച് അവർക്ക് അടുത്ത വള്ളസദ്യയിൽ പങ്കെടുക്കാനുള്ള ഒരു അനുമതിയും നൽകുന്നതാണ്. നിലവിൽ ഇപ്പോൾ നാളെയും മറ്റന്നാളുമുള്ള വള്ളസദ്യ ഈ വെള്ളപ്പൊക്കം കാരണം പള്ളിയോട സേവാ സംഘം റദ്ദ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാർത്തു, ശരി, വ്യക്തമാണ്. പ്രസാദ് MJ വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ ആലപ്പുഴ മാന്നാറിൽ വെള്ളം ഉയർന്നു. പഞ്ചായത്തിലെ 1, 2, 3, 4 വാർഡുകൾ ഉൾപ്പെടുന്ന പാവുക്കര, വിഷവർശ്ശേരിക്കര, വള്ളക്കാലി പ്രദേശങ്ങളിലാണ് വെള്ളം ഉയരുന്നത്. മാന്നാർ വിയപുരം റോഡിൽ വെള്ളം കയറി. ക്രമാതീതമായി വെള്ളം ഉയർന്നാൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടും. വീടുകളിൽ വെള്ളം കയറിയതിനാൽ ആളുകൾ ക്യാമ്പിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. മാന്നാർ പഞ്ചായത്ത് ഓഫീസിൽ 24 മണിക്കൂർ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ തൃശൂർ വേലൂർ പഞ്ചായത്തിലെ പഴവൂരിൽ വീട് ഭാഗികമായി തകർന്നു. പഴവൂർ സ്വദേശി ജയന്റെ ഓടിട്ട വീടാണ് തകർന്നത്. വീടിന്റെ അടുക്കളയുടെ ഭാഗമാണ് തകർന്നത്. ജയനും അമ്മ കാർത്തിയായനിയുമാണ് വീട്ടിൽ